ഓം ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖ കമലമിളലോചനം നീരദാവം നാനാലങ്കാരദീപ്തം ദദതമുരുജടാ മണ്ഡലം രാമചന്ദ്രം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം പ്രഥമ സർഗ ഹനുമത് പ്രശംസനം. ശ്രുത്വാ ഹനുമതോ വാക്യം യഥാവദഭിഭാഷിതം രാമപ്രീതി സമായുക്തോ വാക്യമുത്തരമബ്രവീത്. കൃതം ഹനുമതാ കാര്യം സുമഹദ്ഭുവി ദുഷ്കരം മനസാ വീയധന്യേന ന ശക്യം ധരണീതലേ. നഹിതം പരിപശ്യാമി യസ്തരേദമഹോദതിം അന്യത്ര ഗരുഡാദ്വായോരന്യത്ര ജഹനൂമത. ദേവദാനവയക്ഷാണാം ഗന്ധർവോരകരക്ഷസാം അപ്രദിശ്യാം പുരീം ലങ്കാം രാവണേന സുരക്ഷിതാം. യോ വീര്യബലസമ്പന്നോ ദിശദ്ഭീരനിവാരിത പ്രവിഷ്ടസത്വമാശ്രിത്യ ശ്വസൻഗോ നാമ നിഷ്ക്രമേത്. കോ വിശേഷു ദുരാദർശാം രാക്ഷസൈശ്ച സുരക്ഷിതാം. യോ വീര്യബലസമ്പന്നോ ന സമാസ്യാദനൂമത. ഭൃത്യകാര്യം ഹനുമതാ സുഗ്രീവസ്യ കൃതം മഹത് ഏവം വിധായ സ്വബലം സദൃശം വിക്രമസ്യ ച. യോ ഹി ഭൃത്യോ നിയുക്ത സൻപത്രാ കർമ്മണി ദുഷ്കരേ കുര്യാതനുരാഗേണ തമാഹു പുരുഷോത്തമം. സുന്ദരകാന്ഡം കഴിഞ്ഞു. യുദ്ധകാന്ഡം ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ സർഗം ഹനുമത് അഭിനന്ദനം. ഹനുമാൻ നടന്നവണ്ണം പറഞ്ഞ വാക്കുകൾ കേട്ട് രാമൻ പ്രീതിയോടെ മറുപടി പറഞ്ഞു. ഹനുമാൻ ചെയ്തത് അതിമഹത്തായ കാര്യമാണ്. ഭൂമിയിൽ ദുർലഭമാണ് ഇത്. മഞ്ഞിൽ മറ്റാർക്കും മനസ്സുകൊണ്ടുപോലും ഇത് ചെയ്യാൻ ആവില്ല. ഗരുഡനും വായുവും ഹനുമാനുമല്ലാതെ പെരും കടൽ താണ്ടുവാൻ പോന്നവനായിട്ട് മറ്റാരെയും ഞാൻ കാണുന്നില്ല. ദേവദാനവ യക്ഷന്മാർക്കും ഗന്ധർവോരക രക്ഷസ്സുകൾക്കും ദുഷ്പ്രവേശവും രാവണരക്ഷിതവുമായ ലങ്കാപുരിയിൽ ബലം കൊണ്ട് പ്രവേശിച്ചിട്ട് ജീവനോട് ആര് പുറത്തു കിടക്കും? രാക്ഷസരാൽ സുരക്ഷിതവും ദുഷ്പ്രവേശവുമായ പുരത്തിൽ വീരബല സമ്പത്തിയിൽ ഹനുമാന് തുല്യനല്ലാത്ത ഏതൊരുവൻ പ്രവേശിക്കും? സുഗ്രീവന്റെ മഹത്തായ ഭൃത്യകാര്യം ഹനുമാൻ സാധിച്ചു. അതുവഴി തൻ്റെ വിക്രമത്തിനൊത്ത ബലത്തെയും പ്രകാശിപ്പിച്ചു. ഭൃത്യസ്തൂയ പരം കാര്യം ന കുര്യാ നൃപതേ പ്രിയം ഭൃത്യോയുക്ത സമർത്ഥശ്ച സമാഹോർമധ്യമം നരം. നിയുക്തോ നൃപതേ കാര്യം ന കുര്യാദ്യ സമാഹിത ഭൃത്യോയുക്ത സമർത്ഥശ്ച സമാഹോ പുരുഷാദമം. തന്നിയോഗേ നിയുക്തേന കൃതം കൃത്യം ഹനുമത ന ചാത്മാലഘുതാം നീത സുഗ്രീവശ്ചാഭിദോഷിത. അഹം ച രഘുവംശം ച ലക്ഷ്മണശ്ച മഹാബല വൈദേഹ്യാദർശനേനാദ്യ ധർമ്മദ പരിരക്ഷിത. ഇദം തൂ മമ ദീനസ്യ മനോ ഭൂയ പ്രകർഷതി ഇതിഹാസ്യ പ്രിയാഖ്യാതുർന കുർമി സദൃശം പ്രിയം. സ്വാമിയാൽ ദുഷ്കരമായ കർമ്മത്തിൽ നിയുക്തനായ ഏതൊരു ഭൃത്യനാണോ പ്രേമപൂർവം അത് സാധിക്കുന്നത് അവനെ പുരുഷോത്തമൻ എന്ന് പറയുന്നു. യോഗ്യനും സമർത്ഥനുമായ ഏതു ഭൃത്യൻ നിയുക്ത കാര്യമല്ലാതെ രാജാവിന് പ്രിയങ്കരമായ മറ്റൊരു കാര്യവും ചെയ്യുന്നില്ലയോ അവനെ മധ്യമൻ എന്ന് പറയുന്നു. യോഗ്യനും സമർത്ഥനുമെങ്കിലും രാജാവിനാൽ നിയുക്തമായ കാര്യം ശ്രദ്ധയോടെ ചെയ്യാത്തവനെ പുരുഷാതമൻ എന്ന് പറയുന്നു. നിയോഗിക്കപ്പെട്ട കാര്യം ഹനുമാൻ നിർവഹിച്ചു. തനിക്ക് പോരായ്മ ഒന്നും വരുത്തിയില്ല. സുഗ്രീവൻ സന്തോഷിപ്പിക്കപ്പെടുകയും ചെയ്തു. തന്നിയോഗേ നിയുക്തേന കൃതം കൃത്യം ഹനുമത ന ചാത്മാലഘുതാം നീത സുഗ്രീവശ്ചാഭിദോഷിത. അഹം ച രഘുവംശം ച ലക്ഷ്മണശ്ച മഹാബല വൈദേഹ്യാദർശനേനാദ്യ ധർമ്മദ പരിരക്ഷിത. ഇദം തൂ മമ ദീനസ്യ മനോ ഭൂയ പ്രകർഷതി ഇതിഹാസ്യ പ്രിയാഖ്യാതോ ന കുർമി സദൃശം പ്രിയം. ഏഷ സർവസ്വഭൂതസ്തു പരിശ്വംഗോ ഹനുമത മയാ കാലമിമം പ്രാപ്യ ദത്തശ്ചാസ്തു മഹാത്മന. ഇത്യുക്ത പ്രീതിഹൃഷ്ടാംഗോ രാമസ്തം പരിഷസ്വജേ ഹനുമന്തം മഹാത്മാനം കൃതകാര്യമുപാഗതം. ധ്യാത്വാ പുനരുവാചേതം വചനം രഘുസത്തമ ഹരിണാമീശ്വരസ്യൈവ സുഗ്രീവസ്യോപശൃണ്വത. സർവദാ സുഹൃദം താവൽ സീതായ പരിമാർഗണം സാഗരം തു സമാസാദ്യ ഭൂയോ നഷ്ടം മനോ മമ. കഥം നാമ സമുദ്രസ്യ ദുഷ്പാരസ്യ മഹാംബസ
ഹരയോ ദക്ഷിണം വാരം ഗമിഷ്യന്തി സമാഹിതാഃ യദ്യപ്യേഷ ദുവൃത്താന്തോ വൈദേഹ്യാഗതിദോ മമ സമുദ്രപാരഗമനെ ഹരീണാം കിമിവോത്തരം ഇത്യുക്ത്വാ ശോകസംഭ്രാന്തോ രാമശത്രുനിബർഹണ ഹനുമന്തം മഹാബാഹുസ്തതോദ്യാനമുപാഗമത് ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം യുദ്ധകാണ്ഡേ ഹനുമപ്രശംസനം നാമ പ്രഥമ സർഗഃ. ഞാനും രഘുവംശവും മഹാബലനായ ലക്ഷ്മണനും സീതാദർശനം കൊണ്ട് ഇപ്പോൾ ധാർമ്മികമായി രക്ഷിക്കപ്പെട്ടവരായി. പ്രിയ വാർത്ത പറഞ്ഞ ഹനുമാന് തക്കതായ പ്രിയം ചെയ്യാൻ കഴിയാഞ്ഞ് ദീനനായ എൻ്റെ മനം വീണ്ടും ഖേദിക്കുന്നു. മഹാത്മാവായ ഹനുമാന് ഞാനിതാ എൻ്റെ സർവസ്വഭൂതമായ പരിരംഭണം ഈ അവസരത്തിൽ നൽകുന്നു എന്നരുളി കാര്യം സാധിച്ച് കൃതാർത്ഥനായി വന്ന ഹനുമാനെ രാമൻ പ്രീതിയാൽ പുളകം കൊണ്ട് പുൽകി. അല്പം ആലോചിച്ച ശേഷം വാനരാധീശനായ സുഗ്രീവൻ കേൾക്കെ രാമൻ വീണ്ടും അരുളി, സീതാന്വേഷണം യഥായോഗ്യം സാധിച്ചു. എന്നാൽ സമുദ്രത്തെക്കുറിച്ച് നനച്ച് എൻ്റെ മനസ്സ് വിഷമിക്കുന്നു. വന്നു ചേർന്ന വാനരന്മാർ കരകാണാ പെരുങ്കടലിൻ്റെ തെക്കേ തീരത്ത് എങ്ങനെ എത്തിച്ചേരും? സീതാവൃത്താന്തം എന്നോട് പറഞ്ഞുവെങ്കിലും വാനരന്മാർക്ക് കടലിൻ്റെ മറുകര എത്താൻ എന്താണ് വഴി? ശത്രുഘാതകനും മഹാബാഹുവുമായ രാമൻ ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞ് ശോകസന്തപ്തനായി ചിന്തയിൽ ആണ്ടു. ഇതോടുകൂടി യുദ്ധകാണ്ഡത്തിലെ 1-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.